ഹായ് എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് പോർഷൻ ആണ്. റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ഓൺ അബാക്കസ് എന്ന് പറയുന്ന പോർഷൻ ആണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ മക്കൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ഓൺ അബാക്കസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അബാക്കസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. ആൻ അബാക്കസ് റെപ്രസെന്റ്സ് നമ്പേഴ്സ് യൂസിങ് ബീറ്റ്സ് ഓൺ സ്ട്രൈക്സ്. ബീറ്റ്സ് ഓൺ സ്ട്രൈക്സ് എന്നാണ് കേട്ടോ. ബീറ്റ്സ് ഓൺ സ്ട്രൈക്സ് വെയർ ഈച്ച് സ്ട്രൈക്സ് കറസ്പോണ്ട്സ് ടു പ്ലേസ് വാല്യൂ. നമ്മൾ നേരത്തെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പ്ലേസ് വാല്യൂവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്ന് പറയുന്നതാണ് പ്ലേസ് വാല്യൂ. അപ്പൊ അബാക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? അബാക്കസിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്? യൂസിങ് ബീറ്റ്സ് ഓൺ സ്ട്രൈക്സ്. സ്ട്രൈക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ്സ് ഉണ്ട്. ബീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുത്തുകൾ എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ അബാക്കസിൽ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം അബാക്കസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ബീറ്റ്സ് ആൻഡ് സ്ട്രൈക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അബാക്കസിൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെയർ ഈച്ച് സ്ട്രൈക്ക് കറസ്പോണ്ട്സ് ടു പ്ലേസ് വാല്യൂ. ഓരോ സ്ട്രൈക്കും അല്ലെങ്കിൽ ഓരോ വെർട്ടിക്കൽ ലൈനും എന്തിനെ കറസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്? പ്ലേസ് വാല്യൂവിനെ കറസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിളിലൂടെ നമുക്കിതൊന്ന് പഠിക്കാം. അപ്പോ നമുക്കിവിടെ 2 ഡിജിറ്റ് നമ്പർ, നമ്മളൊരു 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ അബാക്കസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 2 നമ്പറാണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന നമ്പർ നോക്കൂ. ഇത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഇതിനെ 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മൾ തന്നിരിക്കുന്ന നമ്പറിന്റെ പ്ലേസ് വാല്യൂ എഴുതണം. ഇതിന്റെ പ്ലേസ് വാല്യൂ എഴുതാൻ നോക്കിയേ. വൺസ്, ദെൻ ടെൻസ്. കണ്ടോ? വൺസ്, ടെൻസ്, 2 പ്ലേസ് വാല്യൂ ഉള്ള നമ്പർ ആയതുകൊണ്ടാണ് 32 എന്ന് പറയുന്ന നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തത്. അപ്പൊ നമ്മളിവിടെ അബാക്കസിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അബാക്കസ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സും സ്ട്രൈക്കും യൂസ് ചെയ്യുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബീഡ്സ് എന്ന് പറഞ്ഞാൽ മുത്തുകളാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻ ആണ്. ഈ വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ വെർട്ടിക്കൽ വയേഴ്സ് എന്നൊക്കെ നമുക്ക് പല പേരുകളിൽ അറിയപ്പെടും. സോ 32 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് അബാക്കസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ സ്ട്രൈക്കും നമ്മൾ എന്തിനെ കറസ്പോണ്ട് ചെയ്താ വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ പ്ലേസ് വാല്യൂവിനെ കറസ്പോണ്ട് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലൈൻ നോക്കൂ. അത് വൺസ് എന്ന് പറയുന്ന പ്ലേസ് വാല്യൂവിന് കറസ്പോണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അടുത്ത വെർട്ടിക്കൽ ലൈൻ നോക്കിയേ. ഇത് ഏത് പ്ലേസ് വാല്യൂവിന് ആനുപാതികമായിട്ടാണ് വരച്ചിരിക്കുന്നത്? ടെൻസ് എന്ന് പറയുന്ന പ്ലേസ് വാല്യൂവിന് കറസ്പോണ്ടന്റ് ആയിട്ട് നമ്മൾ വരച്ചിരിക്കുക. സോ 32 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് അബാക്കസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ആദ്യത്തെ പ്ലേസ് വാല്യൂ വൺസ് ആണ്. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വൺസിന്റെ പ്ലേസ് വാല്യൂ ആണ്. വൺസിന്റെ പ്ലേസ് വാല്യൂ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 2 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ബീഡ്സ് വേണം ഈ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്? 2 ബീഡ്സ് ആണ് വരയ്ക്കുന്നത്. സോ എന്തുകൊണ്ടാണ്? വൺസ് പ്ലേസ് 2 ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരയ്ക്കാം? ആദ്യം ഒരു ബീഡ്സ്. സോ കണ്ടോ? അപ്പൊ വൺസ് പ്ലേസ് എത്രയാണ് കൊടുത്തിരുന്നത്? 2 ആണ്. അപ്പൊ നമ്മള് വൺസിന്റെ പ്ലേസിൽ എത്ര മുത്തുകൾ വരച്ചു? എത്ര ബീഡ്സ് വരച്ചു? 2 ബീഡ്സ് വരച്ചു. സോ ടെൻസ് പ്ലേസ് നോക്കൂ. ടെൻസ് പ്ലേസിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? നമ്പർ എത്രയാണ്? 3 എന്നാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, 10ന്റെ പ്ലേസ് വാല്യൂ ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കണം മക്കളെ? 3 ബീഡ്സ് വരയ്ക്കണം. എത്ര വരയ്ക്കണം? 3 ബീഡ്സ്. സോ നമുക്ക് വരയ്ക്കാം. 1 2 3. കണ്ടോ? അപ്പൊ 32 എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പറിനെ നമ്മളിപ്പോ എന്താ ചെയ്തേ? അബാക്കസിൽ നമ്മൾ വരച്ചു. എങ്ങനെയാണ് വരച്ചത്? ആദ്യം വൺസ് പ്ലേസ് നോക്കുക. എത്രയാണ് തന്നിരിക്കുന്ന നമ്പർ? ഇവിടെ 2 ആയതുകൊണ്ട് നമ്മൾ എത്ര ബീഡ്സ് വരച്ചു? 2 ബീഡ്സ് വരച്ചു. ടെൻസ് പ്ലേസിലെ 3 ആയതുകൊണ്ട് നമ്മൾ എത്ര ബീഡ്സ് വരച്ചു?
3 ബീഡ്സ് വരച്ചു. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കിയേ 54 ആണ്. നമ്മൾ ഇങ്ങനെ തരുമ്പോൾ ആദ്യം അതിന്റെ പ്ലേസ് വാല്യൂ എഴുതണം. എഴുതിയിട്ട് മാത്രമേ നമ്മൾ അതിനെ അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്യാവൂ. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് സ്ട്രൈക്ക് എന്നാണ്. സോ ഇവിടെ വൺസ് പ്ലേസ് നോക്കൂ, ടെൻസ് പ്ലേസ് നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? എങ്ങനെയാണ് മനസ്സിലായത്? നമ്മൾ ഇവിടെ പ്ലേസ് വാല്യൂ എഴുതി വൺസ് ദെൻ ടെൻസ്. അപ്പൊ 2 ഡിജിറ്റ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതും ഒരു 54 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. സോ നമുക്കിതിനെ അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ വൺസ് പ്ലേസ് നോക്കൂ. വൺസ് പ്ലേസിൽ എത്രയാണ് നമ്പർ? 4. അപ്പൊ നമ്മൾ ഈ വൺസ് പ്ലേസിൽ എത്ര ബീഡ്സ് ആണ് വരയ്ക്കേണ്ടത്? വേഗം പറഞ്ഞേ. എത്ര ബീഡ്സ് വരയ്ക്കണം? 4 ബീഡ്സ് വരയ്ക്കണം അല്ലേ? 1 2 3 and 4. കണ്ടോ? അപ്പൊ എത്ര ബീഡ്സ് നമ്മൾ വരച്ചു? വൺസ് പ്ലേസ് നോക്കൂ. കണ്ടോ? ഇവിടെ വൺസ് പ്ലേസിലുള്ളത് 4 ആണ്. സോ അബാക്കസിന്റെ വൺസ് പ്ലേസിൽ നമ്മൾ എത്ര ബീഡ്സ് ആണ് വരച്ചത്? 4 ബീഡ്സ് വരച്ചു. അടുത്ത എന്താണ്? ടെൻസ് പ്ലേസ് അല്ലേ? നോക്കൂ, ഇവിടേക്ക് വരൂ. ഇവിടെ ടെൻസ് പ്ലേസിന്റെ താഴെ എത്രയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്? 5 ആണ്. സോ ടെൻസ് പ്ലേസിൽ നമുക്ക് എത്ര ബീഡ്സ് വരയ്ക്കണം? എത്ര ബീഡ്സാ വരയ്ക്കണ്ടേ? 5 ബീഡ്സ്. ഓക്കെ, 1 2 3 4 and 5. കണ്ടോ? ഈസി അല്ലേ? നമ്പേഴ്സിനെ നമുക്ക് അബാക്കസിലെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഒരു 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ്. അടുത്ത നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ അബാക്കസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? 3 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ നോക്കൂ. ഇവിടെ 3 ഡിജിറ്റ് നമ്പർ ആണ്. 2 നമ്പർ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ ഒരു പ്ലേസ് വാല്യൂ ഇവിടെ കൂടി എന്നുള്ള ആദ്യത്തേത് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പഴയ പോലെ തന്നെ നമ്മളിവിടെ സ്ട്രൈക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ വരച്ചപ്പോ നോക്കിയേ 3 സ്ട്രൈക്സ് ആണ് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാ? നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെയുള്ള നമ്പറാണ് മക്കളെ? 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എത്ര സ്ട്രൈക്ക് വരച്ചിരിക്കുന്നത്? എത്ര വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്? 3 വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ നമ്പർ നോക്കാം. 321 എന്നാണ് ആദ്യത്തെ നമ്പർ. അപ്പൊ ഞാൻ പറയാണ് ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ്. 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് എങ്ങനെ നമ്മൾ അതിനെ കൺഫേം ചെയ്യും? നമ്മൾ തന്നിരിക്കുന്ന നമ്പറിന്റെ എന്ത് എഴുതി വെക്കണം? പ്ലേസ് വാല്യൂ. സോ നമുക്ക് പ്ലേസ് വാല്യൂ എഴുതാം. വൺസ്, ടെൻസ്, 100. നോക്കൂ, കറക്റ്റ് അല്ലേ? ഇപ്പൊ എത്ര പ്ലേസ് ഉണ്ട്? വൺസിന്റെ പ്ലേസ് ഉണ്ട്, ടെൻസിന്റെ പ്ലേസ് ഉണ്ട്, ദെൻ 100ന്റെ പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 321 എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് നമ്പർ ആണ്? 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് ഉറപ്പിക്കാം. സോ നമുക്ക് നേരെ ഇതിനെ അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈന് ആനുപാതികമായിട്ട് നമ്മളിവിടെ പ്ലേസ് വാല്യൂ എഴുതിയിട്ടുണ്ട്. വൺസ്, ടെൻസ്, 100. 3 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സ്ട്രൈക്ക് ഉണ്ട്. 3 സ്ട്രൈക്ക് വരയ്ക്കാൻ കാരണം തന്നിരിക്കുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അത് നമ്മൾ മറന്നുകൂടാ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. വൺസ് പ്ലേസിൽ എന്താണ് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത്? 1 ആണ്. അപ്പൊ നമ്മള് അബാക്കസിൽ വൺസ് പ്ലേസിന്റെ സ്ട്രൈക്കിൽ എത്ര ബീഡ്സ് വരയ്ക്കണം? എത്ര മുത്തുകൾ വരച്ചു ചേർക്കണം മക്കളെ? എത്ര എണ്ണം വരയ്ക്കണം? ഒരെണ്ണം, ഒറ്റ ഒരെണ്ണം മാത്രം വരച്ചാൽ മതി. എന്തുകൊണ്ടാ? വൺസ് പ്ലേസിൽ എത്രയാണ് നമ്പർ? 1 ആണ്. ഓക്കെ, ദെൻ ടെൻസ് പ്ലേസ് നോക്കൂ. ടെൻസ് പ്ലേസിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? ടെൻസ് പ്ലേസിലെ 2 എന്ന് പറയുന്ന നമ്പറാണ്. സോ ടെൻസ് പ്ലേസിൽ നമ്മൾ അബാക്കസി വരയ്ക്കുമ്പോൾ ടെൻസ് പ്ലേസിൽ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്കിൽ എത്ര മുത്തുകൾ അല്ലെങ്കിൽ എത്ര ബീഡ്സ് വരയ്ക്കണം? 2 ബീഡ്സ് വരയ്ക്കണം. ഓക്കെ അല്ലേ? 2 ബീഡ്സ് വരയ്ക്കാം. കണ്ടോ? ഇനി നോക്കൂ, 100ന്റെ പ്ലേസ് നോക്കുക. 100ന്റെ പ്ലേസ് നോക്കിക്കേ. 100ന്റെ പ്ലേസിൽ തന്നിരിക്കുന്ന ഡിജിറ്റ് എത്രയാണ്? 3 ആണ്. സോ അബാക്കസിൽ 100 എന്ന പ്ലേസ് വാല്യൂ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്കിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനിൽ എത്ര മുത്തുകൾ അല്ലെങ്കിൽ എത്ര ബീഡ്സ് വരയ്ക്കണം? എത്ര ബീഡ്സ് വരയ്ക്കണം? 3 അല്ലെങ്കിൽ 3 ബീഡ്സ് വരയ്ക്കണം. സോ നമുക്ക് വരയ്ക്കാം. 1 2 and 3. കണ്ടോ? അപ്പൊ നമ്മളിവിടെ ഒരു 3 ഡിജിറ്റ് നമ്പറിനെയാണ് അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ അടുത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 640. 640 എന്ന് പറയുന്ന നമ്പർ 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് എഴുതണം? പ്ലേസ് വാല്യൂ എഴുതി വെക്കണം. സോ വൺസ്, ടെൻസ്, 100. ഇത് 0യും ഇതും 0 ആണെന്ന് വിചാരിക്കരുത്. ഇത് O ആണ്. വൺസ്, ONE. ആ 1 എന്നുള്ള എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ആയ O ആണ് എഴുതി വെക്കുന്നത് കേട്ടോ. അത് 0 അല്ലേ?
നോക്കൂ 640 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മൾ ഉറപ്പിച്ചു എങ്ങനെയാണ് പ്ലേസ് വാല്യൂ എഴുതി വൺസ്, ടെൻസ് ആൻഡ് 100 3 പ്ലേസ് വാല്യൂ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ 3 സ്ട്രൈക്ക് വരച്ചിട്ടുണ്ട്. 3 സ്ട്രൈക്ക് വരയ്ക്കാൻ കാരണം എന്താ? തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? ഒരു 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട്. സോ നമുക്ക് അബാക്കസിലേക്ക് ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. നോക്കൂ വൺസ് പ്ലേസ് നോക്കൂ. വൺസ് പ്ലേസിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 0 ആണ്. എത്രയാണ്? 0 ആണ്. സോ വൺസ് പ്ലേസിൽ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കും? വൺസ് പ്ലേസിൽ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കും? നമ്മൾ ഒരു ബീഡ്സും വരയ്ക്കില്ല. അപ്പൊ നമ്മൾ 0 വരുമ്പോൾ ശ്രദ്ധിക്കണം. 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 മീൻസ് നത്തിങ് എന്നാണ് അല്ലെ. അപ്പൊ 0 എന്ന് പറയുമ്പോൾ വൺസ് പ്ലേസിൽ 0 ആണ്. സോ അബാക്കസിലേക്ക് നമ്മൾ വരിക. ഇവിടെ വൺസ് പ്ലേസ് ഉണ്ട്. വൺസ് പ്ലേസിൽ നമ്മൾ 0 ആകുമ്പോൾ എത്ര ബീഡ്സ് വരയ്ക്കും? ഒരു ബീഡ്സും വരയ്ക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 എന്ന് പറയുന്ന പ്ലേസ് വാല്യൂ കൊടുത്തിരിക്കുന്ന എന്താണ് സ്ട്രൈക്ക് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനെ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇടാം. കാരണം നമുക്ക് അവിടെ നിന്നില്ല വരയ്ക്കാൻ ഒന്നുമില്ല. സോ നമുക്ക് നെക്സ്റ്റ് പ്ലേസ് വാല്യൂ നോക്കാം. ടെൻസ്. ടെൻസിന്റെ പ്ലേസിൽ നോക്കൂ എത്ര കൊടുത്തിരിക്കുന്നത്? 4 ആണ്. നമ്മൾ നേരെ ടെൻസിന്റെ അബാക്കസിലേക്ക് വന്നേ. ടെൻസിന്റെ പ്ലേസ് കണ്ടോ? സോ ഈ സ്ട്രൈക്കിൽ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കണം? 4 ബീഡ്സ് വരയ്ക്കണം. ഓക്കെ നോക്കാം. 1 2 3 and 4 കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ 100ന്റെ പ്ലേസിലാണ്. 100ന്റെ പ്ലേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ 6 എന്നാണ്. സോ നേരെ അബാക്കസിലേക്ക് വരാം. 100ന്റെ പ്ലേസിൽ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര ബീഡ്സ് വരച്ചു കൊടുക്കണം? എത്ര ബീഡ്സ് വരച്ചു കൊടുക്കണം? 6 ബീഡ്സ് ആണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. നമുക്ക് വരയ്ക്കാം. 1 2 3 4 5 and 6 കണ്ടില്ലേ? അപ്പൊ നമ്മൾ 3 ഡിജിറ്റ് നമ്പറിനെ അബാക്കസിൽ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ വൺസ് പ്ലേസിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്താണ്? വൺസിന്റെ പ്ലേസിൽ തന്നിരിക്കുന്ന നമ്പർ 0 ആണ്. 0 ആയതുകൊണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും ബീഡ്സ് വരച്ചു കൊടുക്കണ്ട. നമുക്കപ്പം ഒരു 4 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതും കൂടി നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം 4 ഡിജിറ്റ് ആകുമ്പം ഒരു വ്യത്യാസമില്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഒരു പ്ലേസ് വാല്യൂയും കൂടെ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്ലേസ് വാല്യൂ കൂടെ കൂടുമ്പോൾ നമ്മൾ അബാക്കസിൽ വരയ്ക്കുന്ന എന്താണ് സ്ട്രൈക്ക് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനിന്റെ എണ്ണം ഒരെണ്ണം കൂടെ കൂടി അല്ലേ. അത് മാത്രമാണ് വ്യത്യാസം. ബാക്കി നമ്മൾ 2 ഡിജിറ്റും 3 ഡിജിറ്റും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു 4 ഡിജിറ്റിനെ നമ്മൾ എവിടേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്? അബാക്കസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയ ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മളിവിടെ 2 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നമ്പർ നോക്കാം. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് റീഡ് ചെയ്യാം. 4233. ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിന്റെ എന്താണ് എഴുതി ചേർക്കേണ്ടത്? ഫസ്റ്റ് പ്ലേസ് വാല്യൂ എഴുതണം. അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലേസ് വാല്യൂ എഴുതാം. നോക്കൂ വൺസ്, ടെൻസ്, 100, ഹൺഡ്രഡ്സ്, then thousands. 1000 എഴുതുമ്പോൾ ടിയും എച്ചും നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പം ഇവിടെ 4 പ്ലേസ് വാല്യൂ വന്നു. ഏതൊക്കെയാണ് ഇവിടെ 4 പ്ലേസ് വാല്യൂ ഉള്ളത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. സോ നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പർ എത്ര ഡിജിറ്റ് ഉള്ള നമ്പറാണ്? ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ നമുക്ക് ഈ 4 ഡിജിറ്റ് നമ്പറിനെ അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. നോക്കൂ അബാക്കസിൽ ഇപ്പൊ എത്ര സ്ട്രൈക്ക് ആയി? എത്ര വെർട്ടിക്കൽ ലൈൻ ഉണ്ട്? 4 വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. എന്തുകൊണ്ടാണ് 4 വെർട്ടിക്കൽ ലൈൻ വരച്ചത്? തന്നിരിക്കുന്ന നമ്പർ ഒരു 4 അക്ക സംഖ്യയാണ് അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ അബാക്കസിലും എത്ര സ്ട്രൈക്ക് വരച്ചിരിക്കുന്നത്? 4 സ്ട്രൈക്ക് അല്ലെങ്കിൽ 4 വെർട്ടിക്കൽ ലൈൻ വരച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിലേക്ക് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ അബാക്കസിലെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ സ്ട്രൈക്കിന് എന്തിന് കറസ്പോണ്ടന്റ് ആയിട്ട് വരയ്ക്കണം? അതിന്റെ പ്ലേസ് വാല്യൂവിന് കറസ്പോണ്ടന്റ് ആയിട്ട് വേണം സ്ട്രൈക്ക് വരയ്ക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വൺസ് പ്ലേസ് നോക്കാം. വൺസ് പ്ലേസിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ് മക്കളെ? 3 ആണ്. സോ നമുക്ക് അബാക്കസിലേക്ക് വരാം. വൺസ് പ്ലേസിൽ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കണം? 3 ബീഡ്സ് വരയ്ക്കണം. എത്ര വരയ്ക്കണം? 3. 1 2 and 3. അടുത്തത് ടെൻസ് പ്ലേസ് ആണ്. ടെൻസ് പ്ലേസിലേക്ക് നോക്കൂ. അവിടെ എത്രയാണ് തന്നിരിക്കുന്ന നമ്പർ? ടെൻസ് പ്ലേസിൽ തന്നിരിക്കുന്ന നമ്പർ 3 ആണ്. നമുക്ക് അബാക്കസിലേക്ക് വരാം. ടെൻസ് പ്ലേസ് ഇതല്ലേ? അവിടെ നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കണം? എത്ര മുത്തുകൾ വരച്ചു കൊടുക്കണം? 3. 1 2 and 3. 100ന്റെ പ്ലേസ് വാല്യൂ നോക്കൂ. 100ന്റെ പ്ലേസ് വാല്യൂയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാണ്? 2 ആണ്. കണ്ടില്ലേ? 2. നമുക്ക് അബാക്കസിലേക്ക് വരാം. 100ന്റെ പ്ലേസ് വാല്യൂ നോക്കൂ. നമ്മൾ ഇവിടെ എത്ര ബീഡ്സ് വരച്ചു കൊടുക്കണം? എത്ര ബീഡ്സ് വരച്ചു കൊടുക്കണം? 2.
1 and 2. കണ്ടോ? ഇനി 1000ന്റെ പ്ലേസ് വാല്യൂ നോക്കൂ. തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 4. അബാക്കസിലേക്ക് വരെ 1000ന്റെ പ്ലേസ് വാല്യൂ ഉണ്ടല്ലോ. ഇവിടെ എത്ര ബീറ്റ്സ് നമ്മൾ വരച്ചു കൊടുക്കണം? 4 ബീറ്റ്സ്. 1 2 3 and 4. കണ്ടോ? അപ്പൊ 4233 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എവിടേക്ക് റെപ്രസെന്റ് ചെയ്ത് എഴുതി? അബാക്കസിലേക്ക് റെപ്രസെന്റ് ചെയ്തു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ ഒരു നമ്പറോടെ കൊടുത്തിട്ടുണ്ട്, 1524. ഇതെങ്ങനെയാണ് ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെന്ന് കൺഫേം ചെയ്തേ? നമ്മൾ ആദ്യം എന്ത് എഴുതണം മക്കളെ? പ്ലേസ് വാല്യൂ എഴുതിയേക്കണം. സോ നമുക്ക് എഴുതാം വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. കണ്ടോ? ഇവിടെ നമ്മള് 4 സ്ട്രൈക്ക് ആണ് വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? തന്നിരിക്കുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു 4 അക്ക സംഖ്യ ആയതുകൊണ്ട്. നമുക്ക് നേരെ ഇവിടെയും പ്ലേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൺസിന്റെ പ്ലേസിൽ നോക്കൂ, എത്രയാണ് നമ്പർ തന്നിരിക്കുന്നത്? വൺസിന്റെ പ്ലേസിൽ 4 ആണ്. അപ്പൊ നമ്മുടെ അബാക്കസിൽ വൺസ് എന്നുള്ള പ്ലേസ് വാല്യൂവിന്റെ ആനുപാതികമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രൈക്കിൽ എത്ര ബീറ്റ്സ് വരയ്ക്കണം? 4 ബീറ്റ്സ്. എത്ര വരയ്ക്കണം? 4 ബീറ്റ്സ്. 1 2 3 and 4. കണ്ടോ? ഇനി ടെൻസിന്റെ പ്ലേസിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 2 ആണ്. സോ ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ വരച്ചു കൊടുക്കേണ്ട ബീറ്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്, 2 ആണ്. ഇവിടെ 100ന്റെ പ്ലേസ് വാല്യൂ നോക്കൂ. തന്നിരിക്കുന്ന നമ്പർ 5 ആണ്. അബാക്കസിലേക്ക് വരാം. 100ന്റെ പ്ലേസ് വാല്യൂ കണ്ടല്ലോ. ഇവിടെ നമ്മൾ എത്ര ബീറ്റ്സ് വരച്ചു കൊടുക്കണം? എത്ര മുത്തുകൾ വരയ്ക്കണം? 5. സോ വരയ്ക്കാം. 1 2 3 4 and 5. കണ്ടോ? ഇനി ലാസ്റ്റ് നമ്പർ നോക്കൂ. 1000ന്റെ പ്ലേസ് വാല്യൂ. 1000ന്റെ പ്ലേസ് വാല്യൂ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 1 ആണ്. കണ്ടോ? ഇവിടെ അബാക്കസിലേക്ക് വരാം. 1000ന്റെ പ്ലേസ് വാല്യൂ കണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര ബീറ്റ്സ് വരയ്ക്കണം? എത്ര മുത്തുകൾ വരച്ചാൽ മതി? എത്ര വരയ്ക്കണം? 1. എന്തുകൊണ്ടാ? 1000ന്റെ പ്ലേസ് വാല്യൂ തന്നിരിക്കുന്ന നമ്പർ എത്ര? 1 ആണ്. സോ നമുക്ക് ഇവിടെ ഒരേ ഒരു ബീഡ് മാത്രം വരച്ചാൽ മതി. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ അബാക്കസിലെ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 3 ഡിജിറ്റ് നമ്പർ ആൻഡ് 4 ഡിജിറ്റ് നമ്പർ അബാക്കസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണുമ്പോഴേക്കും എല്ലാ മക്കൾക്കും ബൈ ആൻഡ് താങ്ക് യു.